കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും പേരാവൂർ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചത്. പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബഹുമാനിക്കുന്ന ഒരു മേഖലയാണ് അഗ്രികൾച്ചർ. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. കാർഷിക സംസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യങ്ങളിൽ ഒന്നാണ്. കേരളത്തിന്റെ പേര് പോലും കേരവൃക്ഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളം എന്ന പേര് പോലും നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കൃഷി നമുക്ക് ഭക്ഷണം നൽകുന്നു. ഭക്ഷണ കാര്യത്തിൽ ഇന്നത്തെ ജൈവ കൃഷി രീതി ഏറെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പുറമേ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറിയാണെങ്കിലും പഴവർഗ്ഗങ്ങളാണെങ്കിലും അതിലെല്ലാം അമിതമായ രാസവള കീടനാശിനി പ്രയോഗങ്ങളുടേതായ ദൂഷങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്ന പാഠങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് നല്ല കർഷകർ സ്വന്തം ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കള് നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതിന്റെ ടേസ്റ്റ് മാത്രം കണ്ടുകൊണ്ടല്ല, അത് ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നുള്ളത് കൊണ്ടാണ്. കൃഷിക്ക് അനുബന്ധമായിട്ട് ക്ഷീരോത്പാദനം, അതുപോലെ മുട്ടകൃഷി, ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തുകളും എല്ലാം ചേർന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ തുളസി ചെങ്ങാട്ട് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി അശ്വതി പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ രജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ലിസമ്മ ജോസഫ്, നൂർദീൻ മുള്ളേരിക്കൽ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീബ ഗോപിനാഥ്, കെ പി അബ്ദുൾ റഷീദ്, റാണി ടോമി, പഞ്ചായത്ത് അംഗങ്ങളായ ജൂബിലി ചാക്കോ, കെ കെ സ്മിത, ബേബി സോജ, കൃഷി ഓഫീസർ ഷെറിൻ ജോസ്, മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ നിന്നും തിരഞ്ഞെടുത്ത 28 കർഷകരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ആവശ്യമായ ജൈവവളം സ്വന്തമായി ഉത്പാദിപ്പിക്കുന്നത് എന്നത് മേഖലയിൽ സജീവ സാന്നിധ്യമാണ്. മറ്റ് കർഷകരെയും കൂടി കാർഷിക പരിചയമാണ്. ഒരു പഠനസ്ഥലത്ത് കൃഷി ഉൾപ്പെടെയുള്ള കൃഷികളുടെ റോബസ്റ്റ ക്ഷീര കർഷകൻ ശ്രീ പവിത്രൻ സ്വന്തം അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം കാർഷിക മേഖലയിൽ സജീവമാണ്. ഹൈ വിഷൻ ന്യൂസ്, പേരാവൂർ.